കാൽനട യാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും ജീവന് ഭീഷണിയായി മാറുകയാണ് എറണാകുളം പൂക്കാട്ടുപടിയിലെ അപകട വളവ്. വളവിനോട് ചേർന്ന് വലിയ കുഴിയുള്ളതും വാഹനങ്ങൾ അമിത വേഗത്തിലെത്തുന്നതും കാരണം യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. സമീപത്ത് വഴിവിളക്കില്ലാത്തതും അപകടത്തിന് കാരണമാകുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ടെക് കേന്ദ്രമാണ് ഇൻഫോ പാർക്ക്. ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് വരണമെങ്കിൽ ഉപയോഗിക്കേണ്ട റോഡാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. എന്നാൽ മാസങ്ങളായി ഇവിടം അപകട ഭീതി വിധിക്കുന്ന ഒരു വളവാണ്. കാക്കനാടിനെയും പെരുമ്പാവൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് പൂക്കാട്ടുപടി. ഇൻഫോ പാർക്കിലേക്ക് പോകാൻ ആളുകൾ ഈ വഴിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. എന്നാൽ KMEA കോളേജിനും തേവയ്ക്കലിനും സമീപമുള്ള ഈ വളവ് കാലങ്ങളായി പ്രദേശത്ത് അപകടം സൃഷ്ടിക്കുകയാണ്. അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ രാത്രിയും പകലുമില്ലാതെയാണ് ഈ വഴി കടന്നു പോകുന്നത്. സമീപത്തെ കുഴിയും വളവും കാണാൻ ഒരു വഴിവിളക്ക് പോലുമില്ല. പകൽ ഈ വഴി നടന്നു പോകാൻ ആളുകൾക്ക് ഭയമാണ്. അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു നടപ്പാത വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഒരു മാസം കൊണ്ട് ഇവിടെ ഒരു 4 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ കാനയിൽ തന്നെ ഇപ്പൊ ഇന്നലെ തന്നെ ഒരു വിദ്യാർത്ഥിനെ കൊണ്ടുവന്നാക്കാൻ വന്ന പാരന്റും വിദ്യാർത്ഥിയും കൂടെയാണ് കാനയിൽ വീണത്. ഭാഗ്യം കൊണ്ട് ആൾക്കാർ കണ്ടാൽ രക്ഷപ്പെട്ടു. ഇപ്പൊ രാത്രികളിൽ ഇവിടെ വീഴാണെങ്കിൽ ആരും കാണാനില്ല. വലിയ അപകടങ്ങളാണ് ഈ കാനയിൽ കൊണ്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് എത്തി ഈ കാണക്കൊരു സ്ലാബ് ഇട്ടടുത്ത് മാത്രമാണ് ഈ പരിഹാരം കാണാനുള്ളത്. സമീപത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇൻഫോ പാർക്കിൽ നിന്നുമായി നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടത്. മഴക്കാലമാകുന്നതോടെ ഇതിലുള്ള രാത്രി യാത്ര ദുർഘടമാകാനാണ് സാധ്യത. ബൈക്കായാലും കാറായാലും എല്ലാ ആക്സിഡൻ്റ് ഈ ആഴ്ച തന്നെ 2 അപകടം നടന്നു പോയേ ഉള്ളൂ. രാത്രിയായ വെട്ടവുമില്ല, ഒരു ഇതുമില്ല. ഇങ്ങനെ തന്നെ കിടക്കുക. നടക്കാൻ പോലും ആ വഴിയിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഇൻഫോ പാർക്കും എഞ്ചിനീയറിംഗ് കോളേജും തൊട്ടടുത്തുള്ള ഒരു റോട്ടിലാണ് ഇത്തരമൊരു ദുരവസ്ഥ. അപകടങ്ങൾ ഏറെയായിട്ടും അധികാരികൾ കണ്ണു തുറന്നിട്ടില്ല. മത്സരബുദ്ധിയോടുകൂടി ബസ് ഓടിക്കുന്നവർ വേറെയും. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ നീലിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.